Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ കുറച്ച് അവധിക്കാല പ്രവർത്തനങ്ങൾ പരിചയപ്പെടാനാണ് പോകുന്നത്. നമുക്കറിയാം പരീക്ഷയൊക്കെ കഴിഞ്ഞു, വെക്കേഷനാണ്. അപ്പോൾ കുട്ടികൾ വെറുതെ കളിച്ച സമയം കഴിയാതെ കുറച്ച് സമയം അവരുടെ പഠനത്തിന് കൂടി മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് രസകരമായിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഒന്നാമത്തേത് നോക്കാം. മലയാളം അക്ഷരമാല, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എഴുതുക. ശേഷം ഓരോ അക്ഷരവും ഉൾപ്പെടുന്ന 2 വാക്കുകൾ വീതം എഴുതുക. ഇത് നമുക്ക് കുട്ടികൾക്ക് ആദ്യം എന്നുള്ള രീതിയിൽ, ഫസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റിയ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാ കൂട്ടുകാരും ചെയ്തു നോക്കുക. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഇവിടെ മധ്യമന് കണ്ടെത്താണ് വേണ്ടത്. മധ്യസ്ഥാനത്ത്, അതായത് നടുക്ക് വരുന്ന വിട്ട ആ ഒരു അക്ഷരം കണ്ടെത്തി അർത്ഥമുള്ള വാക്കുകൾ കണ്ടെത്താണ് ചെയ്യേണ്ടത്. ഇതൊന്ന് കൂട്ടുകാർ ചെയ്തു. പ്രവർത്തനം നോക്കാം. പിറന്നാൾ സദ്യ ഒരുക്കാൻ കൊണ്ടുവന്ന പച്ചക്കറികൾ കളങ്ങളിലുണ്ട്, കണ്ടെത്തി എഴുതുക. അപ്പോൾ ആ തന്നിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അതിൽ നിന്ന് ഉള്ള പച്ചക്കറികളുടെ പേര്, നമുക്കറിയാം ഇങ്ങനത്തെ പസിൽ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു ചോദ്യമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് പച്ചക്കറികളുടെ പേരുകൾ കണ്ടെത്തി എഴുതാനാണ്. നിങ്ങൾക്ക് എത്ര പച്ചക്കറികളുടെ പേര് കണ്ടെത്താൻ പറ്റുന്നോ അത്രയും പച്ചക്കറികളുടെ പേര് കണ്ടെത്തി വരക്കാനാണ് പറയുന്നത്. നാലാമത്തെ പ്രവർത്തനം നോക്കാം. ഇതും മൂന്നാമത്തെ പ്രവർത്തനം പോലെ തന്നെ എളുപ്പമുള്ളതാണ്. മുത്തശ്ശി രാജുവിന് കൊണ്ടുവന്ന പലഹാരങ്ങളുടെ പേരുകൾ ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ പലഹാരങ്ങളുടെ പേര് എഴുതാനാണ് അടുത്ത ചോദ്യം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ എങ്കിൽ നമ്മളുടെ സ്കൂൾ ഡയറീസ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് വഴി നമ്മളോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആൻസേഴ്സ് നമ്മൾ അതിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതിന് റിപ്ലൈ ആയി തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. എഴുതാം, വായിക്കാം. അപ്പോൾ അവിടെ ചെറിയൊരു കഥ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം അത് നോക്കിയിട്ട്, ആ ഒരു കഥ നോക്കിയിട്ട് കൃത്യമായി വൃത്തിയിൽ അക്ഷരത്തെറ്റില്ലാതെ എഴുതുക. അതിനുശേഷം വീട്ടിലുള്ള ആർക്കെങ്കിലും മുതിർന്നവർക്ക് അത് തെറ്റാതെ വായിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കുക, ബാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.